രമേശ് പിഷാരടി ഇത്രയും സീരിയസ് ആണോ ആള് എന്ന് തോന്നിപ്പോകുന്നു? ഈ 10-15 ദിവസം കൊണ്ട് എന്തൊക്കെയാണ് സംഭവിച്ചത്? എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. തമ്പി 2 കസേര എടുത്ത് പുറത്തേക്ക് ഇടുക. 15 ദിവസം കൊണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ സീരിയസ് ആയെന്ന് അങ്ങനെ എന്റെ സ്വഭാവത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ട് ഒന്നുമില്ല. അതേപോലെ തന്നെ രാഷ്ട്രീയ വിഷയങ്ങൾ ഇങ്ങനെ ഓരോ ദിവസവും മാറി മാറി വരുന്ന വിഷയങ്ങളാണ്. അവിടെയും പ്രതികരണം അത്രയും സൂക്ഷ്മതയോടുകൂടി നടത്തുന്നത് എങ്ങനെയാണ്? പറഞ്ഞു കൊടുക്ക് സാറ്. അത് അത്ര സൂക്ഷ്മതയുടെ വിഷയമല്ല ഇത്. നമ്മള് വിഷയത്തെ കുറിച്ചുള്ള അറിവുണ്ടായിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ബുദ്ധിപരമായിട്ടുള്ളൊരു നീക്കമായിരുന്നല്ലോ. അപ്പോൾ അത് ഇത്രയും സീസണിന്റെ അല്ല, അതിന് ബുദ്ധിപരമായ നീക്കം എന്ന് പറഞ്ഞാൽ ഞാൻ അതിനൊരു ഭയങ്കര ബുദ്ധി പ്രയോഗിച്ചു എന്നുള്ളതൊന്നും അതിനകത്തില്ല. പ്രതിപക്ഷ നേതാവിനെ പോലെയുള്ള ഒരു നേതാവ് ഇതിൽ അല്ലെങ്കിൽ അവർ ആ നേതൃതലത്തിൽ ഇതിലൊരു പ്രതിഷേധം ആഹ്വാനം ചെയ്യുമ്പോൾ പ്രതിപക്ഷ നേതാവ് നേതൃത്വത്തിൽ അങ്ങനെ പ്രതിഷേധം ആഹ്വാനം ചെയ്യുകയൊന്നുമല്ല ചെയ്തത്. അങ്ങനെ ഇത് ഉണ്ടാകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിഷാരടിക്ക് പിന്തുണയുമായി എത്തിയിരിക്കുന്നത് LDF കാൻഡിഡേറ്റ് മാത്രമല്ല, മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞല്ലോ ഇതിന് പിന്തുണ അർപ്പിക്കുന്നതിന് ഡീലോ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമോ ഒന്നും പാടില്ല. ഞാനത് ചോദിക്കരുതായിരുന്നു. അതെങ്ങനെയാണ് ഒരു ലൈംഗിക പീഡനം വ്യക്തിപരമായ വിഷയമാണ് എന്ന് പറഞ്ഞ് ചുരുക്കുന്നതെന്നുള്ളതാണ്. എന്താ ഉണ്ടായെന്ന് പറയാവേ. അപ്പൊ ആ സീരിയസ്നെസ് ഉൾക്കൊള്ളാൻ കാരണം അതിന്റെ ശിക്ഷ വരുമ്പോ അത് ചെയ്ത ആൾക്ക് മാത്രമല്ലേ കിട്ടുന്നുള്ളൂ, അല്ലേ? അത് അയാൾ ചെയ്തതുകൊണ്ടല്ലേ അയാൾക്ക് അതിന്റെ ശിക്ഷ കിട്ടുന്നത്. അത് ശരിയാ അല്ലേ? എന്റെ പ്രതികരണമാണ് പറഞ്ഞത്. തെറ്റ് ചെയ്ത ആളുകൾ ശിക്ഷിക്കപ്പെടട്ടെ, ഇരയ്ക്ക് നീതി കിട്ടട്ടെ എന്ന് തന്നെയാണ് പറഞ്ഞത്. അത്ര പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ? മാങ്കൂട്ടത്തിൽ വിഷയമായാലും പ്രക്ഷോഭിന്റെ വിഷയമായാലും പാർട്ടി കൃത്യമായ നിലപാടെടുത്തിൽ കുറച്ചുകൂടി ബോൾഡ് ആയിട്ട് ഒരു നിലപാട് പറയുന്നതിന് രമേശ് പിഷാരടിക്ക് തടസ്സമാകുന്ന ഘടകം എന്താണ്? ഞാനിവിടെ സമാധാനം എടുത്തിട്ട് കഞ്ഞി കുടിച്ച് ജീവിക്കുന്നത് നിനക്ക് സഹിക്കില്ലല്ലേ? എന്താണ് ബോൾഡായിട്ടുള്ള നിലപാട്? നിങ്ങളായിരുന്നു എന്റെ സ്ഥാനത്തെങ്കിലും പറയുന്ന ബോൾഡായിട്ടുള്ള നിലപാട് എന്താണ്? മോനെ സാർ ചോദിച്ചു ഉത്തരം കൊടുക്ക്. അതിനെ പൂർണ്ണമായും തള്ളിക്കളയണം. അതല്ലേ ഞാൻ ചെയ്തത്. പൂർണ്ണമായും തള്ളിക്കളയുന്നു. അതല്ലേ ഞാൻ ചെയ്തത്. തെറ്റ് ചെയ്ത ആൾക്ക് ശിക്ഷ ലഭിക്കണം, ഇരയ്ക്ക് നീതി കിട്ടണം എന്ന് പറയുന്നതല്ലേ നമുക്ക് പറയാൻ പറ്റും. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. ഞാൻ തള്ളിക്കളയണം എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമായാലും മറ്റു വിഷയങ്ങളായാലും പൂർണ്ണമായും അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല. എങ്ങനെ ഒരു നിലപാട്? പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു നിലപാട്. ലൈംഗികമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ പറയും. എങ്ങനെ നിങ്ങൾ പൂർണ്ണമായി തള്ളിക്കളയണം എന്ന് പറഞ്ഞാൽ ഞാൻ പൂർണ്ണമായി തള്ളിക്കളഞ്ഞിരിക്കുന്നു പോരെ? കിട്ടിയപ്പോ ഈ കാര്യം മനസ്സിലായി. കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ക്യാമറ പൊക്കി പിടിച്ചോണ്ട് വന്നോളൂ. നിങ്ങളെ കൊണ്ടൊക്കെ ജീവിക്കാൻ വയ്യാതെ.